ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ചാൾസ് ഡിക്കൻസിന്റെ എ ഡ്രാഫ്റ്റ് ഓഫ് കൈൻഡ്നെസ് എന്നുള്ള ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഗ്രാമർ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രാമർ പാർട്ടാണ് ക്ലോസസും അതുപോലെ തന്നെ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ക്ലോസസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ, അല്ലെ? വാട്ട് ഇസ് എ ക്ലോസ്? ഓക്കെ, അപ്പൊ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് കണ്ടെയ്ൻസ് എ സബ്ജക്ട് ആൻഡ് എ പ്രെഡിക്കേറ്റ്. അപ്പൊ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട രണ്ട് വാക്കുകൾ, ഒന്ന് സബ്ജക്റ്റും രണ്ട് പ്രെഡിക്കേറ്റും ആണ്. ഓക്കെ, അപ്പൊ ഒരു ക്ലോസിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു പ്രെഡിക്കേറ്റും ഉണ്ടാവും. ഇനി പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സബ്ജക്റ്റിനെ കുറിച്ച് എന്താണ് ആ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? സബ്ജക്റ്റ് ഒഴിച്ച് വരുന്ന ബാക്കി ഭാഗം, അതിനെയാണ് പ്രെഡിക്കേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, അതിലൊരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു പ്രെഡിക്കേറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഇനി എത്ര തരത്തിലുള്ള ക്ലോസസ് ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ക്ലോസസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും, രണ്ട് കാറ്റഗറീസ് ആക്കാനായിട്ട് സാധിക്കും. അതിൽ ആദ്യത്തേത് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിലുള്ള പോലെ തന്നെ, അല്ലെ? ആ ഒരു വേർഡിലുള്ള പോലെ തന്നെ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ടുള്ള, അല്ലെ? ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുന്ന. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ക്ലോസസ് ദാറ്റ് കൻ സ്റ്റാൻഡ് അലോൺ ആസ് എ കംപ്ലീറ്റ് സെന്റൻസ്. ഓക്കെ, അപ്പം കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള, വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, മറ്റൊരു സെന്റൻസിന്റെ പാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടില്ലാത്ത ഒന്നിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഹി ഡിഡിൻ വിഷ് ടു ട്രബിൾ എനി വൺ എന്നുള്ള നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആ ഒരു സെന്റൻസ്. ഓക്കെ, ഹി ഡിഡിൻ വിഷ് ടു ട്രബിൾ എനി വൺ. അപ്പൊ ഇത് ആക്ച്വലി ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ ഹി ആസ്ക്ഡ് പാർഡൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണെന്ന് മനസ്സിലായത്? സി, ഹി ഡിഡിൻ വിഷ് ടു ട്രബിൾ എനി വൺ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഹി എന്നുള്ള സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, അല്ലെ? ഡിഡിൻ വിഷ് ടു ട്രബിൾ എനി വൺ എന്ന് പറയുന്ന പ്രെഡിക്കേറ്റും വന്നിട്ടുണ്ട്, അല്ലെ? ഇനി ഈ ഒരു സെന്റൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീനിങ്ങും ഉണ്ട്, അല്ലെ? അവൻ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ചില്ല എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പൊ അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് വരുന്നുണ്ട്, അല്ലെ? അതുപോലെ ഹി ആസ്ക്ഡ് പാർഡൻ എന്നുള്ള സെന്റൻസ് എടുക്കാം. അവിടെ നമുക്ക് അവൻ മാപ്പ് ചോദിച്ചു എന്നുള്ള മീനിങ് ആണ് വരുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു സെന്റൻസിലും ഹി എന്നുള്ള സബ്ജക്റ്റ് വരുന്നുണ്ട്. ബാക്കി വരുന്ന ഭാഗം ആസ്ക്ഡ് പാർഡൻ എന്ന് പറയുന്ന ഭാഗം പ്രെഡിക്കേറ്റ് ആണ്. ഓക്കെ, സോ independent clauses are clauses that can stand alone as a complete sentence. Okay, independent clause എന്ന് പറയുന്ന സമയത്ത്, അല്ലെ, ഫ്രീ ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, ഡിപ്പെൻഡന്റ് അല്ല, അതിന് ഒറ്റയ്ക്ക് നിന്നാലും ഫുൾ മീനിങ് കിട്ടും, അല്ലെ? പക്ഷെ ഡിപ്പെൻഡന്റ് ക്ലോസ് അങ്ങനെയല്ല, they cannot stand alone. Okay, it always depends on the main clause for meaning. ഓക്കെ, ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടെങ്കിൽ അതിൽ മെയിൻ ക്ലോസിന്റെ കൂടെ ഈ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് വരുമ്പോഴാണ് അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു സെന്റൻസ് നോക്കാം. ഓക്കെ, ഇഫ് ഹി ഹാഡ് ട്രബിൾഡ് എനിബഡി എന്നുള്ളൊരു സെന്റൻസ് എടുത്ത് നോക്കിക്കേ. അവിടെ ആ ഒരു സെന്റൻസിന്, ആ ഒരു ക്ലോസിന് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ടോ? ഇല്ല, അല്ലെ? ഇഫ് ഹി ഹാഡ് ട്രബിൾഡ് എനിബഡി എന്നുള്ളത് ഒരു ക്ലോസ് ആണ്, ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. അതിന്റെ കൂടെ മെയിൻ ക്ലോസ് കൂടി വരുമ്പോഴാണ് ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുക. ഓക്കെ, അപ്പൊ നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇറ്റ് ഈസ് ഓഫൺ ഇൻട്രൊഡ്യൂസ് ബൈ ഇഫ്, അല്ലെങ്കിൽ ബിക്കോസ്, അല്ലെങ്കിൽ വെൻ, അല്ലെങ്കിൽ ആൽദോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വെച്ചാണ് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് മിക്കവാറും എന്തായിരിക്കും? ഡിപ്പെൻഡന്റ് ക്ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണെങ്കിൽ അതിന് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സാധിക്കും, അല്ലെ? അതിന് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റൊരു ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഓക്കെ. പക്ഷെ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്ന സമയത്ത് അതിനൊറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റൂല, ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ. അപ്പൊ മെയിൻ ക്ലോസ് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഡിപ്പെൻഡന്റ് ക്ലോസിന് കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് കിട്ടുകയുള്ളൂ. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് ക്ലോസസ് ഒന്ന് സ്പോട്ട് ചെയ്ത് നോക്കാം അല്ലെ. ഇവിടെ നമുക്കൊരു സെന്റൻസ് തന്നിട്ടുണ്ട്, നോക്കിക്കേ. ഹി ഡിഡൻ വിഷ് ടു ട്രബിൾ എനി വൺ ആൻഡ് ഇഫ് ഹി ഹാഡ് ട്രബിൾഡ് എനി വൺ ബൈ വാട്ട് ഹി സെഡ് ഹി ആസ്ക്ഡ് പാർഡൻ, ദാറ്റ് വാസ് ഓൾ. ഓക്കെ. അപ്പൊ ഈ ഒരു സെന്റൻസ് തന്നിട്ട്, ഈ സെന്റൻസ് നമുക്കറിയാം ഏതിൽ വരുന്നതാണ്, ആ ഡ്രാഫ്റ്റ് ഓഫ് കൈൻഡ്നെസ്സിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ ഇതില് ഡിപ്പെൻഡന്റ് ക്ലോസ് ഏതാണ്, ഇൻഡിപെൻഡന്റ് ക്ലോസ് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഇവിടെ ആദ്യത്തെ ഭാഗം അല്ലെ, ഹി ഡിഡൻ വിഷ് ടു ട്രബിൾ എനി വൺ എന്നുള്ളത് എന്താണ്, ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ് അല്ലെ. അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് വരുന്നുണ്ട്, അതിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും വരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അതെന്താണ്, അത് ഇൻഡിപെൻഡന്റ് ക്ലോസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇനി ഇഫ് ഹി ഹാഡ് ട്രബിൾഡ് എനി വൺ ബൈ വാട്ട് ഹി സെഡ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ക്ലോസിന് എന്തില്ല, അതിനൊരു കംപ്ലീറ്റ്നെസ് ഇല്ല അല്ലെ, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് നമുക്ക് അവിടെ കിട്ടുന്നില്ല. സോ ഒബ്വിയസ്ലി ഇഫ് ഹി ഹാഡ് ട്രബിൾഡ് എനിബഡി ഓർ എനി വൺ എന്നുള്ളത് ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. ഓക്കെ. ഇനി ഹി ആസ്ക്ഡ് പാർഡൻ എന്നുള്ള ക്ലോസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ദാറ്റ് വാസ് ഓൾ എന്നുള്ളതും ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഓക്കെ. ഇനി ബൈ വാട്ട് ഹി സെഡ് എന്നുള്ളതാണെങ്കിലോ, ബൈ വാട്ട് ഹി സെഡ് എന്നുള്ളത് എടുക്കുന്ന സമയത്ത് അതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള എന്തില്ല, മീനിങ് ഇല്ല. ഇസ്ന്റ് ഇറ്റ്? അപ്പൊ അതിന് കംപ്ലീറ്റ് മീനിങ് കിട്ടണമെങ്കിൽ അതിന് മെയിൻ ക്ലോസിന്റെ സഹായം കൂടിയേ തീരും. ഓക്കെ. അപ്പൊ ഇവിടെ ഇഫ് എന്ന് പറയുന്നത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഓക്കെ. അതുപോലെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വെച്ച് ഒരു ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ വരുന്നേ, അത് എപ്പോഴും ഡിപ്പെൻഡന്റ് ക്ലോസ് ആയിരിക്കും. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ടൈപ്സ് ഓഫ് സെന്റൻസസിലോട്ടാണ്. ഓക്കെ. നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആണ്. സോ ഉറപ്പായിട്ടും കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സെന്റൻസസ് ആണ് ഇംഗ്ലീഷിലുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ. അപ്പൊ ക്ലോസസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് സെന്റൻസസിനെ 4 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് ആൻഡ് കോമ്പൗണ്ട് കോംപ്ലക്സ്. ഓക്കെ. അപ്പൊ ഇതിൽ ആദ്യത്തെ ടൈപ്പ് ഓഫ് സെന്റൻസ് സിമ്പിൾ സെന്റൻസസ് ആണ്. ഓക്കെ. സിമ്പിൾ സെന്റൻസസ് എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആയിരിക്കും അതിലുണ്ടാവുക. അതിലൊരിക്കലും ഡിപ്പെൻഡന്റ് ക്ലോസസ് ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളതായതുകൊണ്ട് ഒരു ജോയിനിങ് വേർഡ്സും അവിടെ ആവശ്യമില്ല. ഓക്കെ. ഇനി എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഹി ആസ്ക്ഡ് പാർഡൻ എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഹി എന്നുള്ള സബ്ജക്ട് വരുന്നുണ്ട്, ബാക്കിയുള്ള ഭാഗം പ്രെഡിക്കേറ്റ് ആണ്. ഓക്കെ. അപ്പൊ ഈ സെന്റൻസിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് കിട്ടുന്നുണ്ട്, ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് സിമ്പിൾ സെന്റൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇനി കോമ്പൗണ്ട് സെന്റൻസ് ആണെങ്കിലോ, കോമ്പൗണ്ട് സെന്റൻസിൽ എപ്പോഴും 2 അതിലധികമോ ഇൻഡിപെൻഡന്റ് ക്ലോസസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇനി ഇവ രണ്ടിനെയും അല്ലെങ്കിൽ 2ൽ കൂടുതലുള്ളവയെയും നമ്മൾ ലിങ്കിങ് വേർഡ്സ് വെച്ച് ജോയിൻ ചെയ്യും. ഓക്കെ. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ലിങ്കിങ് വേർഡ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ കേട്ട് കാണും. ഫാൻ ബോയ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. ഫാൻ ബോയ്സ്, ഇസ്ന്റ് ഇറ്റ്? എന്താണ് ഈ ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞാൽ? എഫ് എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലെ. എ എന്ന് പറഞ്ഞാൽ ആൻഡ് ആണ്. എൻ ആണെങ്കിലോ നോറാണ്. ബി ബട്ടാണ്. ഒ ഓറാണ്. വൈ യെറ്റാണ്. എസ് സോ ആണ്. ഓക്കെ. അപ്പൊ ഇവയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ, ഈ ഫോറും ആൻഡും ബട്ടും ഓറും ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലിങ്കിങ് വേർഡ്സ് ആണ്. ഓക്കെ. അപ്പൊ ഈ പറയുന്ന ആളുകളെ വെച്ച് 2 അല്ലെങ്കിൽ അതിലധികം ഇൻഡിപെൻഡന്റ് ക്ലോസസിനെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കോമ്പൗണ്ട് സെന്റൻസ് കിട്ടുന്നത്. ഓക്കെ. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഹി ആസ്ക്ഡ് പാർഡൻ ആൻഡ് ഷീ ഫൊർഗേവ് ഹിം. കണ്ടോ. അപ്പൊ ഇവിടെ ഹി ആസ്ക്ഡ് പാർഡൻ എന്നുള്ളത് എന്താണ്, ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഷീ ഫൊർഗേവ് ഹിം എന്ന് പറയുന്നത് എന്താണ്, അത് മറ്റൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഓക്കെ. അപ്പൊ ഇവയെ രണ്ടിനെയും നമ്മൾ ആൻഡ് എന്നുള്ള കൺജങ്ഷൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസസിനെയാണ് നമ്മൾ എന്ത് പറയാ, കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയാം. ഓക്കെ, റൈറ്റ്.
ഇനി നമുക്ക് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, കോംപ്ലക്സ് സെന്റൻസിൽ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ഉണ്ടാവും, പിന്നെ മിനിമം ഒരു ഡിപെൻഡന്റ് ക്ലോസും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒന്നിനെയാണ് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇൻഡിപെൻഡന്റ് ക്ലോസിലോട്ട് ഈ ഡിപെൻഡന്റ് ക്ലോസിനെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ആരെയാ യൂസ് ചെയ്യുക? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിനെയാ യൂസ് ചെയ്യുക. അതായത് ബിക്കോസ്, ആൽദോ, ഇഫ്, സിൻസ്, വെൻ പോലെയുള്ള ആളുകളെയാണ് നമ്മളിവിടെ കോംപ്ലക്സ് സെന്റൻസസിൽ രണ്ട് ക്ലോസസ് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ. ആൽദോ ഹി വാസ് ടയേർഡ് ഹി കെപ്റ്റ് വാക്കിംഗ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൽദോ ഹി വാസ് ടയേർഡ് എന്നുള്ളത് എന്താണ്? ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്, അല്ലെ? ഇനി ഹി കെപ്റ്റ് വാക്കിംഗ് എന്നുള്ളതോ അതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഓക്കെ, അപ്പൊ ആൽദോ എന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഡിപ്പെൻഡന്റ് ക്ലോസിനെയും ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിനെയും കണക്ട് ചെയ്യുമ്പം അവിടെ നമുക്ക് കിട്ടുന്നത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. മനസ്സിലായോ? റൈറ്റ്. ഇനി നമ്മൾ നേരെ പോകുന്നത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസിലോട്ടാണ്. ഓക്കെ, അപ്പൊ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ് എന്ന് പറയുന്ന സമയത്ത് രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡന്റ് ക്ലോസസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ അതിന്റെ കൂടെ ഒരു ഡിപെൻഡന്റ് ക്ലോസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പം പഠിച്ച കോമ്പൗണ്ട് സെന്റൻസിന്റെയും കോംപ്ലക്സ് സെന്റൻസിന്റെയും ഒരു ബ്ലെൻഡ് ആണ്, ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒന്നാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സി, ആൽദോ ഹി വാസ് ടയേർഡ് ഹി കെപ്റ്റ് വാക്കിംഗ് ആൻഡ് ഹി റീച്ച്ഡ് ഹോം എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ്. ഓക്കെ, അപ്പൊ ആൽദോ ഹി വാസ് ടയേർഡ് എന്നുള്ളത് എന്താണ്? ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. ഇനി ഹി കെപ്റ്റ് വാക്കിംഗ് എന്നുള്ളത് എന്താണ്? അതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഇനി ഹി റീച്ച്ഡ് ഹോം എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. അപ്പം ഇവിടെ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസസ് കാണും, അതിന്റെ കൂടെ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് വന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സെന്റൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് വരുന്നത് ബേസ്ഡ് ഓൺ ക്ലോസസിന്റെ. ഓക്കെ, സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ് ആൻഡ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ അല്ലെ ഈ പറയുന്ന ടൈപ്പ് ഓഫ് സെന്റൻസസിനെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന സെന്റൻസിൽ എത്ര ഇൻഡിപെൻഡന്റ് ക്ലോസസ് ഉണ്ട് എന്ന് നോക്കുക. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ക്ലോസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഡിപ്പെൻഡന്റ് ക്ലോസ് ഉണ്ടോ നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? ആ തന്നിരിക്കുന്ന സെന്റൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള സബോർഡിനേറ്റർ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സബോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ബിക്കോസ്, ആൽദോ, ഇഫ്, വെൻ, സിൻസ് ഇതൊക്കെ സബോർഡിനേറ്റർ ആണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സബോർഡിനേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കുക? ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും ഇല്ലെങ്കിൽ അതെന്താ? അത് സിമ്പിൾ സെന്റൻസ് ആണ്, അല്ലെ? ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും ഇല്ല, പക്ഷെ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ സിമ്പിൾ എന്ന് പറയുക. ഓക്കെ, ഇനിയോ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ഉണ്ട്, ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും ഉണ്ടെങ്കിൽ അത് കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇനി രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡന്റ് ക്ലോസസ് ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഇനിയോ രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡന്റ് ക്ലോസസും ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് കോംപ്ലക്സ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ബോക്സ് ഒന്ന് ഓർത്ത് വെക്കുക. അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്, ഏത് ടൈപ്പ് ഓഫ് ക്ലോസ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ 4 ബോക്സ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ് എഴുതുക. എന്നിട്ട് മുകളിൽ നോ ഡിപ്പെൻഡന്റ് ക്ലോസ് എഴുതുക. അടുത്തതിൽ ഹാസ് എ ഡിപ്പെൻഡന്റ് ക്ലോസ് എഴുതുക. അതുപോലെ സൈഡിലായിട്ട് എന്ത് കൊടുക്കുക? ഇങ്ങനെ 1 ഇൻഡിപെൻഡന്റ് ക്ലോസ് കൊടുക്കുക. ഇവിടെ 2+ ഇൻഡിപെൻഡന്റ് ക്ലോസസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസിലോട്ട് കടക്കാം. ഓക്കെ, അപ്പം വിശദമായി നോക്കാം. ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ആ സെന്റൻസിൽ എന്തുണ്ടാവും? അറ്റ്ലീസ്റ്റ് 2 ഇൻഡിപെൻഡന്റ് ക്ലോസസ് ഉണ്ടാവും, പിന്നെ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുക? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സി, when we help others without expecting reward, we strengthen human bonds and we discover the true meaning of kindness. ഓക്കെ, ഈ ഒരു സെന്റൻസ് എടുത്ത് നോക്കിക്കേ. ഇതില് ഡിപ്പെൻഡന്റ് ക്ലോസ് ആയിട്ട് വരുന്നത് എന്താണ്? സി, വെൻ വി ഹെൽപ്പ് അതേഴ്സ് വിതൗട്ട് എക്സ്പെക്ടിങ് റിവാർഡ്, അല്ലെ? അപ്പൊ ഇത് ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്.
കാരണം എന്താ, ദേ വെൻ വെച്ചാ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ, ആ ഒരു സെന്റൻസിന് കംപ്ലീറ്റ്നെസ് ഇല്ല. ഓക്കെ, ഇനിയോ ഈ ഒരു സെന്റൻസിൽ തന്നിരിക്കുന്ന ജോയിനിങ് വേർഡ് ഏതാണ്, അത് ആൻഡ് ആണ് അല്ലെ. അപ്പൊ വി സ്ട്രെങ്തൻ ഹ്യൂമൻ ബോൺസ് എന്നുള്ളതും വി ഡിസ്കവർ ദ ട്രൂ മീനിങ് ഓഫ് കൈൻഡ്നെസ് എന്നുള്ളതും രണ്ടും ഇൻഡിപെൻഡന്റ് ക്ലോസസ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ഒരു ഡിപെൻഡന്റ് ക്ലോസ് വന്നിട്ടുണ്ട്. സോ ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസസ് ഉണ്ട്. ദേ ആർ ജോയിൻഡ് ബൈ ആൻഡ്, അതുപോലെ ഈച്ച് കുഡ് സ്റ്റാൻഡ് അലോൺ അല്ലെ. വി സ്ട്രെങ്തൻ ഹ്യൂമൻ ബോൺസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് അത് ഒറ്റയ്ക്ക് നിൽക്കും അല്ലെ, വേറെ ഒന്നിന്റെയും ലൈക്ക് ഒരു ഡിപ്പെൻഡൻസി അവിടെ വരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ വി ഡിസ്കവർ ദ ട്രൂ മീനിങ് ഓഫ് കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഓക്കെ, പക്ഷെ വെൻ വി ഹെൽപ്പ് അതേഴ്സ് വിതൗട്ട് എക്സ്പെക്ടിങ് റിവാർഡ് എന്നുള്ളത് അല്ലെ, മറ്റുള്ളവരെ ലൈക്ക് ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ അല്ലെ, റിവാർഡ് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത് എന്നേ ആവുള്ളൂ, അവിടെ ഒരു കംപ്ലീറ്റ്നെസ് വരുന്നില്ല. അപ്പൊ അതെന്താണ്, അതൊരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ റീറൈറ്റ് ഈച്ച് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് as directed without changing its meaning എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ തന്നിരിക്കുന്ന സെന്റൻസ് ആദ്യം നോക്കാം. When we use our time wisely, we finish our duties with care and we discover moments of quiet satisfaction എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്, റീറൈറ്റ് ആസ് വൺ കോംപ്ലക്സ് സെന്റൻസ് പ്ലസ് വൺ സിമ്പിൾ സെന്റൻസ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്നത് എന്താണ്, ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആണ് അല്ലെ. വെൻ വി യൂസ് അവർ ടൈം വൈസ്ലി എന്നുള്ളത് എന്താണ്, ഒരു ലൈക്ക് ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ് അല്ലെ. വി ഫിനിഷ് അവർ ഡ്യൂട്ടീസ് വിത്ത് കെയർ എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. വി ഡിസ്കവർ മൊമെന്റ്സ് ഓഫ് ക്വൈറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് മറ്റൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഇനി നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടേ, വി നീഡ് ടു റീറൈറ്റ് അസ് വൺ കോംപ്ലക്സ് സെന്റൻസ് ആൻഡ് വൺ സിമ്പിൾ സെന്റൻസ്. ഓക്കെ, അപ്പൊ നമ്മളിത് റീറൈറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും നോക്കിക്കേ. കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് വെൻ വി യൂസ് അവർ ടൈം വൈസ്ലി വി ഫിനിഷ് അവർ ഡ്യൂട്ടീസ് വിത്ത് കെയർ എന്ന് വരും അല്ലെ. ഇനി സിമ്പിൾ സെന്റൻസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന എന്താ, വി ഡിസ്കവർ മൊമെന്റ്സ് ഓഫ് ക്വൈറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് വരും. ഓക്കെ, ഇത് സിമ്പിൾ സെന്റൻസ് ആയിട്ട് എടുത്തു അല്ലെ, സിമ്പിൾ സെന്റൻസ് ആയിട്ട് എടുത്തു. ഇതാണെങ്കിലോ കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് എടുത്തു. Okay, so when we use our time wisely, we finish our duties with care, we discover moments of quiet satisfaction. Okay, അപ്പൊ അതേപോലെ രണ്ടാമത്തെ ഒന്ന് നോക്കിക്കേ. Although caring for the elderly sometimes demands patience, it deepens our sense of responsibility and it brings warmth to family life എന്നുള്ളതാണ് രണ്ടാമതായിട്ട് തന്നിരിക്കുന്ന സെന്റൻസ് അല്ലെ. അപ്പൊ ഇതില് ഒരു കോമ്പൗണ്ട് സെന്റൻസും ഒരു സിമ്പിൾ സെന്റൻസും ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലിങ്കിങ് വേർഡ് അല്ലെ, നമ്മൾ കണ്ട ഫാൻ ബോയ്സിൽ ഏതെങ്കിലും ഒരു ലിങ്കിങ് വേർഡ് എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം അല്ലെ. ഇത് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്ന രീതിക്കായിരിക്കും ഒരു സെന്റൻസ് വരിക, കോമ്പൗണ്ട് സെന്റൻസ് വരിക, പിന്നെ ഒരു സിമ്പിൾ സെന്റൻസും വേണം. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ആൻഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് അല്ലെ ക്ലോസസ് നമുക്ക് ഇവിടെ കാണാം. ഇറ്റ് ഡീപ്പൻസ് അവർ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇറ്റ് ബ്രിങ്സ് വാംത്ത് ടു ഫാമിലി ലൈഫ്. അപ്പൊ ഇതാണ് ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ട് വരുന്നത്. അതുപോലെ ആൾദോ കെയറിംഗ് ഫോർ ദ എൽഡർലി സംടൈംസ് ഡിമാൻഡ് പേഷ്യൻസ് എന്നുള്ളതാണ് ഒരു സിമ്പിൾ സെന്റൻസ് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പോൾ അവിടെ ആൾദോ എന്നുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ കെയറിംഗ് ഫോർ ദ എൽഡർലി സംടൈംസ് ഡിമാൻഡ്സ് പേഷ്യൻസ്, അത് സിമ്പിൾ സെന്റൻസ് ആയിട്ട് വരുന്നു. ലൈക്വൈസ് ഇറ്റ് ഡീപ്പൻസ് അവർ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇറ്റ് ബ്രിങ്സ് വാംത്ത് ടു ഫാമിലി ലൈഫ് എന്നുള്ളത് കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ട് വരും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു തേർഡ് വൺ. ഓക്കെ, തേർഡ് വണ്ണിൽ തന്നിരിക്കുന്ന സെന്റൻസ് ഇതാണ്. ഇഫ് എ പേഴ്സൺ ലേൺസ് ടു ഡിപ്പെൻഡ് ഓൺ ദെയർ ഓൺ എഫേർട്സ് ദേ ഗ്രോ സ്ട്രോങ്ങർ ഇൻ സ്പിരിറ്റ് ആൻഡ് ദേ ഫേസ് ഡിഫിക്കൽട്ടീസ് വിത്ത് കറേജ്. ഓക്കെ, ഇതിനെ 3 സിമ്പിൾ സെന്റൻസസ് ആക്കി മാറ്റാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ നമുക്കത് മാറ്റാനായിട്ട് പറ്റും. എ പേഴ്സൺ ലേൺസ് ടു ഡിപ്പെൻഡ് ഓൺ ദെയർ ഓൺ എഫേർട്സ് എന്നുള്ളത് ആദ്യത്തെ സിമ്പിൾ സെന്റൻസ് ആയിട്ട് വരും. ദേ ഗ്രോ സ്ട്രോങ്ങർ ഇൻ സ്പിരിറ്റ്, ദേ ഫേസ് ഡിഫിക്കൽട്ടീസ് വിത്ത് കറേജ്. അപ്പൊ ഇങ്ങനെ 3 സെന്റൻസസ് സിമ്പിൾ സെന്റൻസ് ആക്കിയിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. എ പേഴ്സൺ ലേൺസ് ടു ഡിപ്പെൻഡ് ഓൺ ദെയർ ഓൺ എഫേർട്സ്, they grow stronger in spirit, they face difficulties with courage. ഇങ്ങനെ 3 സിമ്പിൾ സെന്റൻസസ് നമുക്ക് ഈ സെന്റൻസിൽ നിന്ന് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ
ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് തരുന്ന സമയത്ത് അതിനൊരു കോംപ്ലക്സ് സെന്റൻസും ഒരു സിമ്പിൾ സെന്റൻസും എന്നുള്ള രീതിക്ക് മാറ്റാം. എങ്ങനെ ഒരു കോമ്പൗണ്ട് സെന്റൻസും ഒരു സിമ്പിൾ സെന്റൻസും എന്നുള്ള രീതിക്ക് മാറ്റാം. പിന്നെ എങ്ങനെ 3 സിമ്പിൾ സെന്റൻസസ് എന്നുള്ള രീതിക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, റൈറ്റ്. സി, അടുത്ത സെന്റൻസ് നോക്കാം. When we help others without expecting reward, we strengthen human bonds and we discover the true meaning of kindness. Okay, അപ്പൊ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു കോമ്പൗണ്ട് സെന്റൻസും ഒരു കോംപ്ലക്സ് സെന്റൻസും ആക്കിയാണ് മാറ്റേണ്ടത്. അപ്പൊ എങ്ങനെ നമുക്കിത് സാധിക്കും? എങ്ങനെയാണ് നമുക്കിതൊരു കോമ്പൗണ്ട് സെന്റൻസും ഒരു കോംപ്ലക്സ് സെന്റൻസും ആക്കാനായിട്ട് സാധിക്കുക? സി, കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫാൻ ബോയ്സ് എന്നുള്ളത് ഓർക്കുക. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഫാൻ ബോയ്സ്. ഓക്കെ, ഇതിലൊരാൾ വേണം. നമ്മളിവിടെ ആൻഡ് എടുക്കുന്നു. സോ വി സ്ട്രെങ്തൻ ഹ്യൂമൻ ബോൺസ് ആൻഡ് വി ഡിസ്കവർ ദ ട്രൂ മീനിങ് ഓഫ് കൈൻഡ്നെസ് എന്നുള്ളത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. പിന്നെയോ, when we help others without expecting reward, we strengthen human bonds എന്നുള്ളത് എന്താണ്? ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിനെ ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ടും ഒരു കോംപ്ലക്സ് സെന്റൻസ് ആയിട്ടും മാറ്റാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ അടുത്ത സെന്റൻസ് നോക്കാം. Although mistakes may delay our progress, they teach valuable lessons and they prepare us for greater success. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റൻസ് നമുക്കൊരു കോമ്പൗണ്ട് സെന്റൻസും ഒരു സിമ്പിൾ സെന്റൻസും ആക്കി മാറ്റണം. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്കത് സാധിക്കും? സി, ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ സെന്റൻസ് ആക്കുന്ന സമയത്ത് മിസ്റ്റേക്സ് മേ ഡിലേ അവർ പ്രോഗ്രസ് എന്നുള്ളത് സിമ്പിൾ സെന്റൻസ് ആവും. അതുപോലെ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുമ്പോൾ ദേ ടീച്ച് വാല്യൂ ലെസൺസ് ആൻഡ് ദേ പ്രിപ്പയർ അസ് ഫോർ ഗ്രേറ്റർ സക്സസ് എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ആൻഡ് ആണ് നമ്മുടെ ഫോക്കൽ പോയിന്റ് ആയിട്ട് നമ്മൾ വെക്കേണ്ടത്. കോമ്പൗണ്ട് എന്ന് കണ്ടു, അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണക്റ്റിംഗ് വേർഡ് നമുക്ക് അവിടെ വേണം എന്നുള്ളത് മനസ്സിലായി ഫാൻ ബോയ്സിൽ. സോ ദേ ടീച്ച് വാല്യുബിൾ ലെസൺസ് ആൻഡ് ദേ പ്രിപ്പയർ അസ് ഫോർ ഗ്രേറ്റർ സക്സസ് എന്നുള്ളത് കോമ്പൗണ്ട് സെന്റൻസ് അല്ലെ. ഇനി മിസ്റ്റേക്സ് മേ ഡിലേ അവർ പ്രോഗ്രസ് എന്നുള്ളത് എന്താണ്? ഒരു സിമ്പിൾ സെന്റൻസ് ആയിട്ട് വരും. ഓക്കെ, റൈറ്റ്. അപ്പം ഇത്ര നേരം ഈ ഒരു ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഈ സെന്റൻസസ് എസ്പെഷ്യലി കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് തരുന്ന സമയത്ത് എങ്ങനെയാണ് അത് മീനിങ്ങിൽ ചേഞ്ച് വരാതെ കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, സിമ്പിൾ സെന്റൻസ് എന്നുള്ള രീതിക്കൊക്കെ മാറ്റാനായിട്ട് പറ്റുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അല്ലെ. ഇനി നിങ്ങളുടെ ടേൺ ആണ്. സി, റൈറ്റ് വൺ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എക്സ്പ്രസിംഗ് എ വാല്യൂ യു കൺസിഡർ ഇമ്പോർട്ടന്റ് ഇൻ ലൈഫ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫിൽ അല്ലെ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് എന്ന് വിചാരിക്കുന്ന ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ അല്ലെ. ചിലർക്കത് ഓണസ്റ്റി ആയിരിക്കും അല്ലെ, ചിലർക്കത് ഇന്റഗ്രിറ്റി ആയിരിക്കും, ചിലർക്കത് ലവ് ആയിരിക്കും അല്ലെ. അപ്പോ ഇത്തരത്തിലുള്ള ഏത് വാല്യൂ ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വിചാരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. എന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, റൈറ്റ്. ഇനി സി, കൂടുതൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ചധികം ചോദ്യങ്ങൾ കൂടെ ഇവിടെ തരുന്നുണ്ട്. സി, സിൻസ് ഷീ ബിലീവ്ഡ് ഇൻ ഹാർഡ് വർക്ക് ഷീ പ്രാക്ടീസ്ഡ് എവറി ഡേ ആൻഡ് ഷീ നെവർ ലോസ്റ്റ് ഹോപ്പ്. ഇതില് ഒരു കോംപ്ലക്സ് സെന്റൻസും ഒരു സിമ്പിൾ സെന്റൻസും ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. സോ സിൻസ് ഷീ ബിലീവ്ഡ് ഇൻ ഹാർഡ് വർക്ക് ഷീ പ്രാക്ടീസ്ഡ് എവറി ഡേ എന്നുള്ളത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. കാരണം എന്താണ്? സിൻസ് എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട് അല്ലെ. അതുപോലെ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുമ്പോൾ ഷീ നെവർ ലോസ്റ്റ് ഹോപ്പ് എന്നുള്ളത് സിമ്പിൾ സെന്റൻസ് ആണ്. ഓക്കെ, ഇനി ബിക്കോസ് ഓണസ്റ്റി ബിൽഡ് ട്രസ്റ്റ്, ഇറ്റ് സ്ട്രെങ്തൻസ് ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ഇറ്റ് ഏർൺസ് റെസ്പെക്ട് എന്നുള്ളതാണ് മറ്റൊരു സെന്റൻസ്. സോ ഇതിൽ ഒരു സിമ്പിൾ സെന്റൻസും ഒരു കോമ്പൗണ്ട് സെന്റൻസും ആണ് നമുക്ക് വേണ്ടത്. കോമ്പൗണ്ട് എന്ന് കാണുമ്പോൾ നമുക്കറിയാം ആൻഡ് ഉണ്ടോ, അതാണ് നമുക്ക് കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ട് വരുന്നത്. ഇറ്റ് സ്ട്രെങ്തൻസ് ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ഇറ്റ് ഏർൺസ് റെസ്പെക്ട്. ഓക്കെ, അപ്പൊ ഓണസ്റ്റി ബിൽഡ് ട്രസ്റ്റ് അല്ലെ, ഓണസ്റ്റി ബിൽഡ്സ് ട്രസ്റ്റ് എന്നുള്ളതാണ് സിമ്പിൾ സെന്റൻസ്. ഓക്കെ, റൈറ്റ്. ഇനി ഇവിടെ നമുക്ക് 3 സിമ്പിൾ സെന്റൻസസ് ആക്കി മാറ്റണം. തന്നിരിക്കുന്ന സെന്റൻസ് ഇതാണ്. when students ask questions they understand better and they remember longer. ഓക്കെ, അപ്പൊ ഇതിന് 3 സിമ്പിൾ സെന്റൻസസ് ആക്കിയേ. സ്റ്റുഡൻസ് ആസ്ക് ക്വസ്റ്റ്യൻസ്, ദേ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ, ദേ റിമെമ്പർ ലോങ്കർ അല്ലെ. ഇത് 3ഉമാണ് ഇവിടുത്തെ 3 സിമ്പിൾ സെന്റൻസസ് ആയിട്ട് വരുന്നത്. ഓക്കെ, റൈറ്റ്. നൗ അടുത്തത് തന്നിരിക്കുന്ന സെന്റൻസ് ഇതാണ്. ദോ ഹി ഫേസ്ഡ് മെനി സെറ്റ്ബാക്സ് ഹി നെവർ ഗേവ് അപ്പ് ആൻഡ് ഹി ഇൻസ്പയർഡ് അതേഴ്സ് അറൌണ്ട് ഹിം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് റീറൈറ്റ് ചെയ്യണ്ടേ? ഒരു കോമ്പൗണ്ട് സെന്റൻസും വേണം, ഒരു കോംപ്ലക്സ് സെന്റൻസും വേണം.
ഓക്കെ, ഇവിടുത്തെ കോമ്പൗണ്ട് സെന്റൻസ് ഏതാ? ഹി നെവർ ഗേവ് അപ്പ് ആൻഡ് ഹി ഇൻസ്പയർഡ് അതേഴ്സ് അറൌണ്ട് ഹിം, അല്ലെ? അതാണ് ഇവിടുത്തെ കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ട് വരുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് കോംപ്ലക്സ് സെന്റൻസ്? സി, ദോ ഹി ഫേസ്ഡ് മെനി സെറ്റ് ബാക്സ് ഹി നെവർ ഗേവ് അപ്പ്, അല്ലെ? ദോ ഹി ഫേസ്ഡ് മെനി സെറ്റ് ബാക്സ് ഹി നെവർ ഗേവ് അപ്പ്. ഇവിടെ ദോ എന്ന് പറയുന്നത് എന്താ? സബോർഡിനേറ്റർ ആണ്, അല്ലെ? ഇപ്പൊ ഒരു സബോർഡിനേറ്റർ വരുന്ന ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ഉള്ള, അല്ലെ, ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിനെ കണക്ട് ചെയ്യുന്ന രീതിക്കുള്ള സെന്റൻസ്, അതാണ് ദോ ഹി ഫേസ്ഡ് മെനി സെറ്റ് ബാക്സ് ഹി നെവർ ഗേവ് അപ്പ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ക്വിക്ക് ആയിട്ട് റീക്യാപ്പ് ചെയ്യാം നമുക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്ത് എ സബ്ജക്ട് ആൻഡ് എ പ്രെഡിക്കേറ്റ്, അല്ലെ? ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ഉണ്ടെങ്കിൽ അത് ക്ലോസ് ആണ്. ഇനി ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സ്റ്റാൻഡ്സ് അലോൺ ആസ് എ കംപ്ലീറ്റ് സെന്റൻസ്, അല്ലെ? അതിന് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റും, അല്ലെ? അതിന് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാലോ, അതിനൊരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റൂല, അല്ലെ? ഇറ്റ് നീഡ്സ് എ മെയിൻ ക്ലോസ്. ഓക്കെ, ഒരു മെയിൻ ക്ലോസ് ഉണ്ടെങ്കിലാണ് അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഇനിയോ സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ സെന്റൻസിൽ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉണ്ടാവും, അല്ലെ? അതിൽ ഡിപ്പെൻഡന്റ് ക്ലോസ് ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ, ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് അവിടെ ഉണ്ടാവില്ല. ഇനി കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറഞ്ഞാലോ, ഇവിടെ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസസ് ആണ് ഉണ്ടാവുക, അല്ലെ? ജോയിൻഡസ്, ഈക്വൽസ്. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ഓർക്കേണ്ടത്? കോമ്പൗണ്ട് സെന്റൻസിലാണ് നമ്മുടെ ഫാൻ ബോയ്സിനെ ഓർക്കേണ്ടത് കേട്ടോ. അതിൽ എസ്പെഷ്യലി ആൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി കോംപ്ലക്സ് സെന്റൻസ് ആണ്. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, പിന്നെയോ ഒന്നോ അതിലധികമോ ഡിപെൻഡന്റ് ക്ലോസോ ഉണ്ട്. ഓക്കെ, ഇനി കോമ്പൗണ്ട് കോംപ്ലക്സ് എന്ന് പറയുമ്പോഴോ രണ്ടിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് ക്ലോസസ് അവിടെ ഉണ്ടാവും, പിന്നെയോ ഒരു ഡിപെൻഡന്റ് ക്ലോസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സെന്റൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ളത്. വീണ്ടും പറയുന്നു, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. സോ സ്റ്റഡി ദിസ് thoroughly, ഓക്കെ, വിത്തൗട്ട് സ്കിപ്പിംഗ്. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. എങ്ങനെയാണ് നമുക്കൊരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് തരുന്ന സമയത്ത് അതിനെ പല രീതിക്ക് മീനിങ് മാറ്റാതെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. I hope whatever we have discussed today is clear for you. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ +1 ഇംഗ്ലീഷ് വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. ഹാപ്പി ലേണിംഗ്.